വെൽക്കം ബാക്ക് ടു ബീനാസ് ട്രെയിനിങ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ക്രിസ്മസ് എക്സാമിന് വേണ്ടുന്ന കുറച്ച് ഒരു 30 ക്വസ്റ്റ്യൻസ് ആവും. നിങ്ങളെ ഓൾറെഡി നമ്മളിത് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഇനിയും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ, 2-3 ദിവസം കൂടെ ഉള്ളൂ നിങ്ങളുടെ ബേസിക് സയൻസിൻ്റെ പരീക്ഷയ്ക്ക്. വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നില്ലേ. അപ്പം നിങ്ങളത് നോട്ട് നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ കഴിഞ്ഞ വർഷമല്ലായിരുന്ന പുസ്തകം മാറിയത്. അപ്പം അന്നേരം തന്നെ നമ്മൾ 5ൻ്റെ 7ൻ്റെ ഫുൾ നോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനകത്തിലെ ഒരു 30 പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസ് ആവും നിങ്ങളെ ഇപ്പോൾ എഴുതുന്നത്. ക്രിസ്മസ് എക്സാമാണ്. ഇതെങ്കിലും പഠിച്ചിട്ട് പോകണം കേട്ടോ. ഒന്നും ഇതുവരെ പഠിക്കാത്തവരും കാണും, എല്ലാം പഠിച്ച കുട്ടികളും കാണും അല്ലേ, പലതരത്തിലുള്ള അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ പ്രധാനപ്പെട്ടത് നോക്കി ഒരു കുറച്ച് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് പറയുന്നത്. നോക്കൂ നിങ്ങളിവിടെ. വാട്ട് ആർ ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ്? എന്താണ് സുതാര്യ വസ്തുക്കൾ എന്നാൽ? ആ കേൾക്കുമ്പോൾ തന്നെ അറിയാം സുതാര്യ വസ്തുക്കൾ എന്നാൽ എന്താണ്. ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ് വായിക്കാൻ അറിയണേ. ട്രാൻസ്പെയറൻറ്റ് ആ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കണേ, ചിലപ്പോൾ തിരിച്ച് മറിച്ചും ഒക്കെ ചോദിക്കാം. നോക്കിക്കേ, ഒബ്ജക്റ്റ് ദാറ്റ് ട്രാൻസ്മിറ്റ് ലൈറ്റ് വെരി വെൽ are called transparent object. Object that transmit light very well are called transparent object. അതായത് പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. പ്രകാശം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചല്ലോ, ഗ്ലാസിൻ്റെ ഷീറ്റ്. നമ്മളല്ലേ ഗ്ലാസ് ഒക്കെ ഇല്ലേ, അപ്പുറത്തുള്ളത് ഇപ്പുറത്ത് കാണുന്നതൊക്കെ. പിന്നെ എയർ അല്ലേ, പ്യുവർ വാട്ടർ, ശുദ്ധമായ വെള്ളമാണെങ്കിൽ നമ്മൾ വെള്ളത്തിനകത്ത് എന്ത് കിടന്നാലും നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതിനെയാണ് ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ്. അതൊക്കെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഈ ഒപ്പാക്ക് ഒബ്ജക്റ്റ്? OPAQUE എന്നാണ് കേട്ടോ. എന്താണ് ഈ ഒപ്പാക്ക് ഒബ്ജക്റ്റ്? അതായത് അതാര്യ വസ്തുക്കൾ. മറ്റേത് സുതാര്യമാണ്, ഇത് അതാര്യ വസ്തുക്കൾ. എന്നാൽ എന്ത്? മറ്റേത് നന്നായിട്ട് പ്രകാശത്തിനെ കടത്തിവിടുന്നത് കൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളെ നിങ്ങളെ അതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രകാശത്തിനെ ഒട്ടും കടത്തിവിടാത്തതിനെയാണ് അതാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് സുതാര്യ വസ്തു, നല്ലതുപോലെ പ്രകാശത്തിനെ കടത്തിവിടുന്നതിനെയാണ് സുതാര്യ വസ്തു അല്ലെങ്കിൽ ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒപ്പാക്ക് ഒബ്ജക്റ്റ് അല്ലെ, അതാര്യ വസ്തുക്കൾ എന്നാൽ എന്താണ്? ഒബ്ജക്റ്റ് ദാറ്റ് വിച്ച് ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ് ആർ കാൾഡ് ഒപ്പാക്ക് ഒബ്ജക്റ്റ്. അതായത് തടി, പേപ്പർ, ക്ലോത്ത്, ഇതൊക്കെ എന്താണ്? അപ്പുറത്തുള്ളത് നമുക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റുമോ? ഇല്ല. മനസ്സിലാക്കണേ. പ്രകാശം കടത്തി വിടാത്ത വസ്തുക്കളെയാണ് അധാര്യ വസ്തുക്കൾ അല്ലെങ്കിൽ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒട്ടും കാണാൻ പറ്റാത്തതിനെ ഒപ്പാക്ക് എന്നും നമുക്ക് അപ്പുറത്തുള്ളതിനെ ഇപ്പുറത്ത് കാണാൻ പറ്റുന്നതിനെ എന്താണ്? സുതാര്യ വസ്തു അല്ലെങ്കിൽ ട്രാൻസ്പെയറൻറ്റ് ഒബ്ജക്റ്റ്. 2 എണ്ണം പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിലേ നമുക്ക് കുറച്ചൊക്കെ കാണാം എന്ന് നമ്മൾ പറയത്തില്ലേ കുഞ്ഞുങ്ങളെ? അപ്പുറത്തുള്ളതേ നമുക്ക് കുറച്ചൊക്കെ കാണാം എന്ന് പറയത്തില്ലേ? പാർഷ്യലി അല്ലേ, കുറച്ച്, ഭാഗികമായിട്ടെന്നൊക്കെ പറയും അല്ലേ. അതിനെ ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. എന്താ? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 4, 5, 6, 7 ചാപ്റ്ററാണ് കൂടുതലായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. 4, 5, 6, 7. അപ്പം ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അർത്ഥധാര്യ വസ്തുക്കൾ എന്നാൽ എന്താണ്? നമ്മളിവിടെ എല്ലാത്തിൻ്റെ എക്സാമ്പിളും കൂടാണ് പഠിച്ചു പോകുന്നത് കേട്ടോ. അർത്ഥധാര്യ വസ്തുക്കൾ വെച്ചാൽ ഒബ്ജക്റ്റ് വിച്ച് ട്രാൻസ്മിറ്റ് ലൈറ്റ് പാർഷ്യലി, അവിടെയാണ് നമ്മുടെ ആൻസർ ഇരിക്കുന്നത് കേട്ടോ. മറ്റേത് എന്താണ്? നന്നായിട്ട് കടത്തിവിടും, ലൈറ്റ് വെരി വെൽ ട്രാൻസ്മിറ്റ് അല്ലേ. നന്നായിട്ട് കടത്തിവിടുന്നതിനെ നമ്മൾ ട്രാൻസ്പെയറൻ്റ് എന്നും, എന്താണ്? ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്, ഡു നോട്ട് ട്രാൻസ്മിറ്റ് ലൈറ്റ്, ഒട്ടും കടത്തി വിടാത്തതിനെ നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്നും അല്ലേ. പാർഷ്യലി, ഭാഗികമായിട്ട് നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്നതിനെ എന്ത് പറയുന്നു? ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് കേട്ടോ. ട്രാൻസ്ലൂസൻറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അർത്ഥധാര്യ വസ്തുക്കൾ. ഇപ്പം തന്നെ അങ്ങ് പഠിച്ചില്ലേ, ഇനി പിന്നത്തേക്ക് മാറ്റി വെക്കണ്ട കേട്ടോ. ബട്ടർ പേപ്പർ, എണ്ണ പുരണ്ട കടലാസ്, മഷി ചേർത്ത വെള്ളം, ഇതൊക്കെ എന്താണ്? നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ ആണോ? ട്രാൻസ്ലൂസൻറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താണ്? റിഫ്ലക്ഷൻ. ഇത് എല്ലാ ചാപ്റ്ററോടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നാൽ എന്താണ്? എന്താ നിങ്ങളെ? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്നാൽ എന്താണ്? ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണേ. പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്നാൽ എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റെഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ്.
റിട്ടേണിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്റ്റ്. പ്രകാശം ഒരു വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു സ്മൂത്ത് പ്രതലമായത് സ്മൂത്തായിട്ടൊരു പ്രതലത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടോർച്ച് അടിക്കുമോ നിങ്ങൾ, ഏതാണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ടോർച്ച് അടിക്കുക. ഇവിടെ നിന്നും എന്താണ് ഇങ്ങനെ ഇവിടെ വന്ന് തട്ടിയിട്ട് അത് തിരിച്ചു പോവുകയാണ്. കാരണം എന്താ, സ്മൂത്ത് പ്രതലമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് അടിക്കുന്നത് നമ്മുടെ പടത്തിൽ അതിൻ്റെ നമ്മൾ ഈ ചാപ്റ്റർ വിശദമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ബീനാസ് ലേണിംഗ് ക്ലാസ് എടുത്ത് നോക്കിയാൽ മതി. വെൻ ലൈറ്റ് റിഫ്ലക്ഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ 2 എണ്ണം ഫുള്ള് നല്ലപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പ്രകാശം വസ്തുക്കളിൽ വന്ന് തട്ടിയിട്ട്, ഇപ്പോൾ ഇവിടെ സ്മൂത്ത് ആണെങ്കിൽ അല്ലേ, നല്ല പ്രതലമാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് തട്ടിയിട്ട് അത് തിരിച്ചു പോകുന്നു. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്, പ്രകാശത്തിൻ്റെ പ്രതിപതനം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങൾ ഈ 4 എണ്ണം? ഓക്കെ ആണല്ലോ. അടുത്ത 5ാമത്തെ ചോദ്യം, എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ? ക്രമപ്രതിപതനം എന്നാൽ എന്താണ്? റെഗുലർ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ക്രമപ്രതിപതനം എന്നാൽ എന്താണ്? ലൈറ്റ് ഫാളിങ് ഓൺ സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റ് വിത്ത് റെഗുലർലി. ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. ഒരു മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായി പ്രതിപദിക്കുന്നു. ക്രമമായിട്ടാണെങ്കിൽ എന്ന് വെച്ചാൽ എന്താ, റെഗുലർലി. ക്രമമായിട്ടാണെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നല്ലപോലെ പറയാൻ പറ്റുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ലൈറ്റ് ഫാളിങ് ഓൺ സ്മൂത്ത് സർഫസ് റിഫ്ലക്റ്റ് വിത്ത് റെഗുലാരിറ്റി എന്നാണ് കേട്ടോ. ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ അല്ലേ. ഇതൊരു മിനുസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ അത് ക്രമമായി, അതായത് റെഗുലർലി അല്ലേ, റെഗുലാരിറ്റി അല്ലേ പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. ഇനി അടുത്ത എന്താണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ? നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ, മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഗുണനം എന്നല്ലേ അല്ലേ, ഗുണിക്കുക എന്നല്ലേ. ആവർത്തന പ്രതിപതനം, മൾട്ടിപ്പിൾ അല്ലേ, ആവർത്തന പ്രതിപതനം എന്നാൽ എന്താണ്? എ ലാർജ് നമ്പർ ഓഫ് ഇമേജ് ഓഫ് ദ ലൈറ്റ് കാൻഡിൽ പ്ലേസ്. നമ്മുടെ ടെസ്റ്റിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ, മെഴുകുതിരി, 2 കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു മെഴുകുതിരി വെച്ചിട്ടൊക്കെയുള്ള പടം നമ്മുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട്. എ ലാർജ് നമ്പർ ഓഫ് ഇമേജ് ഓഫ് ദ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ പാരലൽ മിറർ ആർ ഫോംഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. നമുക്ക് അഭിമുഖമായി വെച്ച 2 ദർപ്പണം, 2 കണ്ണാടി, ഇവിടെ ഒരു കണ്ണാടി വെക്കുമോ നിങ്ങളെ, ഇവിടെ ഒരു കണ്ണാടി വെക്കുക. മീൻസ് അത് അതിൻ്റെ ഇടയ്ക്ക് എന്താണ്, നമ്മളൊരു മെഴുകുതിരി കത്തിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ അഭിമുഖമായി വരച്ച 2 ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഇതിനകത്തോടെ നോക്കിയാൽ അടുത്തായിട്ട് നമുക്ക് നിങ്ങളൊന്ന് നോക്കണേ. അനേകം പ്രതിബിംബങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത് പ്രകാശത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ് കേട്ടോ. അതാണ് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഒരെണ്ണം തന്നെ ഇങ്ങനെ അതിനകത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങളത് ചെയ്ത് നോക്കണേ, അപ്പം മനസ്സിൽ തന്നെ അത് തങ്ങി നിൽക്കും. ഒരു മെഴുകുതിരി എടുത്തിട്ട് 2 കണ്ണാടിയുടെ ഇടയ്ക്ക് വെക്കണം കുഞ്ഞുങ്ങളെ. എന്നിട്ട് അതിനെന്താണ്, ആ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ, റിഫ്ലക്ഷൻ അല്ലേ, അതിനകത്തിൽ കാണാൻ പറ്റും കേട്ടോ. ഓരോ വരിയേ ഉള്ള എല്ലാം ഈ പറഞ്ഞതിനൊക്കെ. അടുത്ത എന്താണ് ന്യൂട്രീഷൻ? പോഷണം എന്നാൽ എന്താണ്? നമുക്ക് ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം എന്ന് പറയുന്നത്. നമ്മൾ ആഹാരം സ്വീകരിക്കുക എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ആഹാരം കഴിക്കുന്നതിന് എന്താ പറയുന്നത്, ഇഞ്ചക്ഷൻ. ഓർമ്മയുണ്ടോ അതൊക്കെ? ഇഞ്ചക്ഷൻ, ആശുപത്രി ചിലവും തരുന്ന ഇഞ്ചക്ഷൻ അല്ല കേട്ടോ. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാവും നിങ്ങളെ പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. എല്ലാം ഓരോ മാർക്കിൻ്റെ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ? അതാ കിടക്കുന്നത് ഇഞ്ചക്ഷൻ. കണ്ട സ്പെല്ലിംഗ് ഒക്കെ നോക്കിയേ. പോഷണത്തിൻ്റെ ആദ്യ ഘട്ടത്തിനെ നമ്മൾ എന്താ പറയുന്നത്? ഇഞ്ചക്ഷൻ, ആഹാര സ്വീകരണം. നമ്മൾ ആദ്യമേ വായിലോട്ടിട്ട് കൊടുക്കുന്നില്ലേ, ഇല്ലയോ? നമ്മൾ കഴിക്കുമ്പോൾ എന്താ, ആദ്യമേ നമ്മൾ വായിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതെന്താ, നാക്കും പല്ലും എല്ലാവരും കൂടെ കൂടി അതിരുന്ന് ചവച്ചരച്ച് അല്ലേ. നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കാനുണ്ട്. ഇഞ്ചക്ഷൻ അല്ലേ, അതൊന്ന് നോക്കണേ നിങ്ങൾ. ആ ഫ്ലോ ചാർട്ട് പോലെ അതൊന്ന് പഠിക്കണേ കേട്ടോ. നിങ്ങൾ ആ പാഠം എൻ്റെ ഈ ചാനലിൽ നമ്മുടെ ആ പാഠത്തിൻ്റെ വിശദമായിട്ട് നല്ലപോലെ പറയുന്നുണ്ട് കേട്ടോ. പല്ലിൻ്റെ ഉപരിതല പാളി ഏതാവും നിങ്ങളെ? ഇനാമലാണ് അല്ലേ, വിച്ച് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ടീത്ത്. നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിക്ക് പറയുന്ന പേര് ഇനാമൽ എന്നാണ്. വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിലെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാലും പല്ലിൻ്റെ ഇനാമലാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ എല്ല് മസിൽ ഉണ്ടോ, മസിലൊക്കെ അങ്ങോട്ട് തെള്ളിയില്ലേ നമ്മൾ പറയത്തില്ലേ, കൈ അല്ലേ. പക്ഷേ എന്താ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് പല്ലിൻ്റെ ഇനാമൽ
കേട്ടോ. അപ്പോൾ പല്ലിൻ്റെ പടം വരച്ചിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. മോളാർസ്, പ്രീമോളാർസും ഒക്കെ കേട്ടോ, ഇൻസിസറുകളും ഒക്കെ ഏതാണെന്ന് ആ ടെസ്റ്റിൽ പടം ഏതൊക്കെ തന്നിട്ടുണ്ടോ അതിലേതെങ്കിലും ഒരു പടമായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. എന്തായാലും വെളിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പടവും തരത്തില്ല. പല്ലിൻ്റെ പടമുണ്ട്, പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഇഞ്ചക്ഷൻ, ഡൈജക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഹ്യൂമൻ ബോഡിയുടെ. പിന്നെ പ്രകാശത്തിൻ്റെ പ്രതിപതനം കേട്ടോ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒക്കെ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ എന്താണ് മോളാർസ്, അണപ്പല്ലുകൾ എന്നാൽ എന്താണ്? ദ ജനറിക് നെയിം ഫോർ മോളാർസ് ആൻഡ് പ്രീമോളാർസ് ഇൻ മോളാർസ്, അതായത് അഗ്രചർവണകം, പേരൊക്കെ ഇച്ചിരി കട്ടിയാട്ടോ, അഗ്രചർവണകവും ചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായിട്ട് നിങ്ങളുടെ ആ പടം എടുത്ത് നോക്കണം കുഞ്ഞിലെ, ടെസ്റ്റ് എടുത്തിട്ടേ ആ പടം നോക്കണം കേട്ടോ. മോളാർസും പ്രീമോളാർസും ഒക്കെ അപ്പോൾ അതിനകത്ത് കിടപ്പുണ്ട്. ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്താ പറയുന്നത്, അണപ്പല്ലുകൾ എന്നാ പറയുന്നത് കേട്ടോ. ആ പല്ല് നിങ്ങൾ ആ പടം നോക്കി പഠിക്കുകയെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. എന്താ ഈ ടൂത്ത് ഡീക്കേ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ദന്തക്ഷയം ഉണ്ടാവുക എന്ന് വെച്ചാൽ എന്താ? പല്ല് നല്ലപോലെ സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ ദന്തക്ഷയം ഉണ്ടാകുന്നത്. ടൂത്ത് ഡീക്കേ ഈസ് ഡാമേജ് ടു എ ടൂത്ത് സർഫേസ് ഓർ ഇനാമൽ. പല്ലുകൾക്ക് കേട് വരുന്നതിനെയാണ് നമ്മൾ ദന്തക്ഷയം എന്ന് പറയുന്നത്. പല്ലുകൾക്ക് കേട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദന്തക്ഷയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത, ഹൗ ഡസ് ലാക്റ്റിക് ആസിഡ് ഡാമേജ് ടീത്ത്? ലാക്റ്റിക് ആസിഡ് എങ്ങനെയാണ് നമ്മുടെ പല്ലിനെ നശിപ്പിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ലാക്റ്റിക് ആസിഡ് എങ്ങനെയാണ് നമ്മുടെ പല്ലിനെ നശിപ്പിക്കുന്നത്? ഇനാമൽ ഓഫ് ടീത്ത് ഈസ് എ കാൽസ്യം കോമ്പൗണ്ട്. ഇനാമൽ വിൽ റിയാക്ട് വിത്ത് ലാക്റ്റിക് ആസിഡ് കോസിങ് ദ ടൂത്ത് ഡീക്കേ ഇൻ ദ ലോങ് റൺ. എന്ന് വെച്ചാൽ പല്ലിൻ്റെ ഇനാമൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം സംയുക്തം കൊണ്ടാണ്. നമ്മുടെ പല്ലിലെ ഇനാമൽ ഉണ്ടല്ലോ, ഇത് നിർമ്മിച്ചിരിക്കപ്പെടുന്നത് കാൽസ്യത്തിൻ്റെ സംയുക്തം കൊണ്ടാണ്. ഇനാമലും ലാക്റ്റിക് ആസിഡുമായിട്ട് ഇത് പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. ഇത് ദീർഘകാലം കൊണ്ടാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും ഇത് ചെയ്യത്തില്ല. ഒരുപാട് നാൾ പെതുക്കെ നമ്മുടെ പല്ലും എല്ലും ഒക്കെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നതായിട്ട് കാണാം. അതായത് പല്ലിൻ്റെ ഇനാമൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം സംയുക്തം കൊണ്ടാണ്, കാൽസ്യം കോമ്പൗണ്ട് കേട്ടോ. ഇനാമലും ലാക്റ്റിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു. അത് ദീർഘകാലം കൊണ്ടാണ് ഇത് നടക്കുന്നത് കേട്ടോ. ലോങ് റൺ, കുറേ പെട്ടെന്നല്ല, ദീർഘകാലം കൊണ്ടാണ് ഇത് നടക്കുന്നത്. 13 ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ആണല്ലോ. അടുത്ത 14ാമത്തെ ചോദ്യം എന്താണ്? അന്നനാളം. എന്താണ് അന്നനാളം അല്ലെങ്കിൽ ഈസോഫഗസ് എന്ന് വെച്ചാൽ? ഓ അവിടെ സൈലൻ്റ് ആണ് കുഞ്ഞുങ്ങൾ കേട്ടോ. നമ്മൾ ഓസോഫഗസ് എന്ന് പറയില്ല, ഈസോഫഗസ് എന്നാണ് കേട്ടോ. ഈസോഫഗസ് ഈസ് എ ലോങ് ട്യൂബ് അത് നിങ്ങളുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഈസോഫഗസ് ഈസ് എ ലോങ് ട്യൂബ് ദാറ്റ് കണക്ട് ദ മൗത്ത് ടു ദ സ്റ്റൊമക്ക്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മസിൽസ് കേട്ടോ. അതായത് ഈസോഫഗസ് നമ്മുടെ ടെസ്റ്റ് നിങ്ങൾ നോക്കണേ, ടെസ്റ്റിനകത്തിൽ കിടപ്പുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ പടം കൊടുത്തിട്ടേ നമ്മുടെ വായിൽ നിന്നും താപ്പോട്ടൊരു കുഴൽ പോയിട്ടുണ്ട് കേട്ടോ. വായിൽ തൊണ്ട ഭാഗമില്ലേ നമ്മുടെ കഴുത്തിൻ്റെ തൊണ്ട, അതായത് വായയെ നമ്മുടെ ആമാശയവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. നമ്മുടെ വായയെ ആമാശയവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മസിൽസ്, മെയ്ഡ് ഓഫ് മസിൽസ്. ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ എന്താണ് ഈ പെരിസ്റ്റാൾസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അത് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം ഒന്നുമില്ല കുഞ്ഞെ. പെരിസ്റ്റാൾസ് എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരം നമ്മളിപ്പോൾ വായിലോട്ട് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അതെന്താ, നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പറഞ്ഞ് നേരിട്ട് അങ്ങ് എടുത്തുകൊണ്ട് പോകുന്നോ? അല്ല, അന്നനാള ഭിത്തിയുടെ നമ്മുടെ അന്നനാളം അല്ലേ, നമ്മുടെ വായിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഈസോഫഗസ് ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ എന്താ, ആ വായയെ നമ്മുടെ ആമാശയവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് ഈ അന്നനാളം എന്ന് പറയുന്നത്. ഈ അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം, ഇതിങ്ങനെ ചെറിയ ചലനമുണ്ട് കേട്ടോ, മൂവ്മെൻറ്റ്, ചെറിയൊരു ചലനം. ഈ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത്. ഈ ചലനമാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? നമ്മുടെ അന്നനാള ഭിത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ വായയെ ആമാശയവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ്. നിങ്ങളുടെ പടത്തിലുണ്ടേ കുഞ്ഞുങ്ങളെ, കുഴലാണ് അന്നനാളം എന്ന് പറയുന്നത്. ഈ അന്നനാള ഭിത്തി, ആ കുഴലുണ്ടല്ലോ, അതിൻ്റെ ഭിത്തി ഒരുമാതിരി ചെറിയ ഇങ്ങനെ മൂവ്മെൻ്റ് ഉണ്ട്, അനക്കമുണ്ട് കേട്ടോ. തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ഈ ആഹാരം ആമാശയത്തിൽ ചെല്ലുന്നത്. ഇങ്ങനെ ഈ ചലനത്തിന് പറയുന്ന പേരാണ് എന്താണ്, പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 5 ക്വസ്റ്റ്യൻസ്, 15 ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അടുത്തത് എന്താണ്? റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്നാൽ എന്താണ്? ദ പ്രോസസ് ത്രൂ വിച്ച് ഓർഗാനിസം റിസീവ് oxygen from their environment and eliminate carbon dioxide is called respiration.
ജീവികൾ അവയുടെ പരിസരത്തു നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്താണ് റെസ്പിറേഷൻ? The process through which organism receive oxygen from their environment and eliminate carbon dioxide is called respiration. ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്. ആ 16 വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത 17ാമത്തെ ചോദ്യം. ഇത് എല്ലാ ചാപ്റ്ററും കൂടെ മിക്സ് ചെയ്തതാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. അത് നമ്മുടെ കറക്റ്റായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ എല്ലാം നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അഥവാ കിട്ടുന്നില്ലെങ്കിൽ എന്നോടൊന്ന് കമൻറ്റ് പറഞ്ഞാൽ മതി കേട്ടോ. കമൻറ്റ് ഇട്ടാൽ മതി കുഞ്ഞുങ്ങളെ. ചാപ്റ്റർ അതാത് ഞാൻ എടുത്തു തരാം. ഹീറ്റ് അല്ലെങ്കിൽ താപം എന്നാൽ എന്താണ്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് താപം. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ, നമ്മൾ ഏതെങ്കിലും ഒരു പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമല്ലോ. ഇങ്ങനെ മാറ്റം വരുത്താൻ കഴിയുന്ന, നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഫ്രീസറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താണ്, അതങ്ങ് തണുക്കുന്നു അല്ലേ? അതിനെ എടുത്ത് അടപ്പിൽ വെച്ചാലോ ഗ്യാസിലെടുത്ത് വെച്ച് കഴിഞ്ഞാലോ അത് എന്ത് ചെയ്യുന്നു? അവിടെ ഹീറ്റ് എനർജി അല്ലേ? അവിടെ ഒരു എനർജി, ഒരു ഊർജ്ജം അല്ലേ കഴിയുന്ന ഒരു ഊർജ്ജ രൂപമാണ് അവിടെ താപം എന്ന് പറയും. ചൂട് അതല്ലേ താപം അല്ലേ? പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് താപം. ആ ഒരൊറ്റ വരി പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്നാൽ എന്താണ്? നമ്മൾ താപം എന്നാൽ എന്തെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ എന്താണ് ഈ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് റെഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. താപം ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേക്ഷണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്തത് ഗുഡ് കണ്ടക്ടേഴ്സ് എന്നാൽ എന്താണ് കേട്ടോ? ഇൻസുലേറ്റേഴ്സ്, ഗുഡ് കണ്ടക്ടേഴ്സ്, പുവർ കണ്ടക്ടേഴ്സ്, ഇതൊക്കെ നമുക്ക് ആ പാഠത്തിലുള്ളതാണ്. ഗുഡ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ചാലനം എന്നാൽ എന്തെന്നുണ്ട് കേട്ടോ. അത് ടെസ്റ്റിൽ ഓൾറെഡി ബോക്സിലൊക്കെ ഇട്ടതൊന്നും നമ്മൾ എഴുതിയിട്ടില്ല. കാരണം അത് ഓൾറെഡി വലുതായിട്ട് ടെസ്റ്റിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അതങ്ങ് പഠിക്കണേ കേട്ടോ. ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ സുചാലകങ്ങളാട്ടോ. പുവർ കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ കുചാലകങ്ങൾ. പേര് തന്നെ നോക്കിയോ നിങ്ങളെ, സുചാലകങ്ങൾ എന്ന് വെച്ചാൽ സബ്സ്റ്റൻസ് വിച്ച് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം വെൽ ബൈ കണ്ടക്ടർ ആർ കാൾഡ് ഗുഡ് കണ്ടക്ടേഴ്സ്. നമ്മൾ ചാലനം വഴി താപം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുചാലകങ്ങൾ എന്ന് പറയുന്നത്. ചാലനം വഴി താപം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെയാണ് സുചാലകങ്ങൾ എന്ന് പറയുന്നത്, ഗുഡ് കണ്ടക്ടേഴ്സ്. എന്നാൽ പുവർ കണ്ടക്ടേഴ്സോ കുചാലകങ്ങളോ സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദം വെൽ ആർ കാൾഡ് പുവർ കണ്ടക്ടേഴ്സ്. താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ എന്ന് പറയുന്നു. താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ എന്ന് പറയുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിളും നമ്മളോട് ചോദിക്കും. ഗുഡ് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആവും നിങ്ങൾ എന്ന് വെച്ചാൽ കറണ്ട് കടന്നു പോകുന്ന ഏതാ? അലൂമിനിയം, കോപ്പർ, സ്റ്റീല് അല്ലേ? ഈ ഇരുമ്പ്, ചെമ്പ്, ഇതിനകത്തിലെല്ലാം എന്താ ഗുഡ് കണ്ടക്ടേഴ്സാണ് കേട്ടോ, കറണ്ട് പാസ് ചെയ്യുന്ന. എന്നാൽ ഇല്ലാത്തതോ തടി, ഗ്ലാസ്, പ്ലാസ്റ്റിക്, കോട്ടൺ, ഇതിനകത്തിലൊന്നും താപം കടന്നു പോകുന്നില്ല കേട്ടോ. അതൊന്ന് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണേ. 20 കഴിഞ്ഞാൽ 21ാമത്തെ എന്താണ്? കൺവെക്ഷൻ എന്നാൽ എന്താണ്? കൺവെൻഷന് പോകണമെന്നല്ലേ? കൺവെക്ഷൻ എന്നാൽ എന്താണ് കേട്ടോ? കൺവെക്ഷൻ പേര് മറക്കല്ലേ. അതായത് കൺവെക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ് ബൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. വായിക്കാൻ വരുന്നുണ്ടോ? കൺവെൻഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ് ബൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. അടുത്ത എന്താണ് ഇഞ്ചക്ഷൻ? മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ എന്താ ഇഞ്ചക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഭക്ഷണത്തെ കഴിക്കുന്നതിനെയാണ് നമ്മൾ ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. ഇത് സ്റ്റെപ്പായിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ വായിലോട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളത് അല്ലേ. പിന്നെ നമ്മൾ എന്താണ് വായിലിട്ട് പല്ലും സലൈവ ഉമിനീരുമായിട്ട് ചേർന്ന് നാക്കും കൂടെ അല്ലേ, നാക്ക് വെച്ചിട്ട് തള്ളി പല്ലേ വെച്ച് ചവച്ചരച്ച്
അരച്ച് അല്ലേ, ഇതൊക്കെ ഇല്ലയോ പല്ലേലോട്ട് നാക്ക് വെച്ച് തള്ളിയാണ് നമ്മൾ പല്ലേലോട്ട് ഇട്ട് കൊടുക്കുന്നത് ചവയ്ക്കാൻ വേണ്ടി അല്ലേ. അങ്ങനെ ചവച്ചരച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ അന്നനാളം വഴി അല്ലേ, ഫുഡ് പൈപ്പ് വഴി അത് എവിടോട്ട് ചെല്ലുന്നു, ഓരോ സ്ഥലത്തും ചെല്ലുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് അല്ലേ. ഏറ്റവും ലാസ്റ്റിലാണ് ഇവിടെ ഏറ്റവും അല്ലേ 5-6ാമത്തെ സ്റ്റെപ്പാണ് ഏതാ എക്സ്ക്രീഷനിലോട്ട് വരുന്നത് അല്ലേ, വിസർജനത്തിലോട്ട് വരുന്നത്. അപ്പോൾ അടുത്ത മിൽക്ക് ടീത്ത് എന്നാൽ എന്താണ്? ഇൻഫാൻറ്റ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ കുഞ്ഞുങ്ങൾ എന്നാണ് കേട്ടോ. ടീത്ത് ഡെവലപ്പ് സ്റ്റാർട്ട് എറൗണ്ട് ദ ഏജ് ഓഫ് 6 months. അതായത് ഏകദേശം ഒരു 6 മാസം പ്രായമാവുമ്പോഴാണ് എന്താ കുഞ്ഞുങ്ങൾക്ക് പാൽപ്പല്ല് കിളിക്കുന്നത് കേട്ടോ. ഏകദേശം എത്ര 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് വിളക്കാൻ തുടങ്ങുന്നത്. ഈ പല്ലുകളെ എന്ത് പറയുന്നത്? മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. മിൽക്ക് ടീത്ത് ഈച്ച് ഡെവലപ്പ് അറ്റ് ദ അപ്പർ ആൻഡ് ജോവറിലോ. ഈ പല്ലിൻ്റെ മോണ ഉണ്ടല്ലോ, മോണയുടെ മുകളിലും 10 താഴെയും 10 അങ്ങനെ മൊത്തം 20 പല്ലാണ് മിൽക്ക് ടീത്തായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിലേ ഉളിപ്പല്ലിൻ്റെ ഉപയോഗം എന്താണ്? നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ ഓരോ മോളാർസിൻ്റെ ഉപയോഗം എന്താണ്, പ്രീ മോളാർസിൻ്റെ ഉപയോഗം എന്താണ് കേട്ടോ, ഇൻസിസറിൻ്റെ ഉപയോഗം എന്താണ്? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ്. ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റംസ് അല്ലേ, കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല് കേട്ടോ. ഇൻസിസൈഡ്സിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഹാര വസ്തുക്കളെ കടിച്ചു മുറിക്കാൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ കടുവയുടെ ഒക്കെ പടം തന്നിട്ടുണ്ട്. ഇവയ്ക്ക് എന്തിനാണ് ഈ സൈഡിലെ 4 പല്ലിങ്ങനെ അല്ലേ, പുലിയും കടുവയും അങ്ങനെയുള്ള ജീവികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ ആ 4 പല്ലിങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കുന്നതാണ് അല്ലേ, ഇല്ലയോ? ഇൻസിസറാണ്, ഫ്രണ്ടിലല്ലേ അത് വന്നത്, ഇൻസിസേഴ്സ് അല്ലേ. അത് എന്തിനാ അവർക്ക് കൊടുത്തേക്കുന്നത്? ഏതെങ്കിലും ജീവിയെ കണ്ടാൽ അത് കടിച്ച് പറിച്ച് അല്ലേ കഴിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഉളിപ്പല്ലിൻ്റെ ഉപയോഗം. അതുപോലെ അണപ്പല്ല് എന്തിനായിരിക്കും? അണപ്പല്ല് നമുക്ക് തന്നേക്കുന്നത് എന്തിനാ? ആഹാരം കഴിക്കാനല്ലേ. വാട്ട് ടൈപ്പ് ഓഫ് ഹാബിറ്റ് നെസസറി ഫോർ ദ കെയർ ഓഫ് ടീത്ത്? ദന്ത സംരക്ഷണത്തിനുള്ള ശരിയായ ശീലം എന്താണ്? നമ്മൾ ഈ പല്ല് അല്ലേ, പല്ല് നല്ലതുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ദന്ത സംരക്ഷണത്തിനുള്ള ശരിയായ ശീലം എന്താണ്? ക്ലീൻ ദ ടീത്ത് ബിഫോർ ദ ഫസ്റ്റ് മീൽസ് ഓഫ് ദ ഡേ ആൻഡ് ആഫ്റ്റർ ദ ലാസ്റ്റ് മീൽസ് ഓഫ് ദി ഡേ അല്ലേ. നമ്മൾ രാത്രി ഭക്ഷണത്തിന് ശേഷവും രാവിലെ ഭക്ഷണത്തിന് മുമ്പും പല്ല് വൃത്തിയാക്കുക. രാവിലെ എഴുന്നേറ്റും പല്ല് തേക്കണം, രാത്രി കിടക്കാൻ നേരവും പല്ല് തേക്കണം അല്ലേ. Wash the mouth well after every meals so that no food particles remain in the mouth. നമ്മൾ ഓരോ തവണയും ആഹാരം കഴിക്കുമ്പോഴും, അങ്ങനെ ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴും വൈകിട്ട് കഴിക്കുമ്പോഴും ഒന്നും കഴിയേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ലതുപോലെ പല്ല് തേക്കുക. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോഴും വൃത്തിയായിട്ട് പല്ല് തേക്കുക. അല്ലാതെ ഓരോ വട്ടം ആഹാരം കഴിക്കുമ്പോൾ പല്ല് വെച്ചാൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമം നഷ്ടപ്പെട്ടു പോകത്തില്ലേ. ഓരോ തവണ ആഹാരം കഴിക്കുമ്പോഴും ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മുടെ പല്ലിലുണ്ടാവും. അതിനാൽ വായ വൃത്തിയായിട്ട് കഴുകണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ആ ക്വസ്റ്റ്യൻ ആൻസർ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ ആണോ? അടുത്തത്, വാട്ട് ചേഞ്ചസ് ആർ ടേക്കിംഗ് പ്ലേസ് ഫോർ ഫുഡ് ഇൻ ദ സ്മാൾ ഇൻഡസ്ട്രീൻ? ചെറുകുടലിൽ വെച്ച് ആഹാരത്തിന് എന്താണ് സംഭവിക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ചെറുകുടൽ? എൻ്റെ കുഞ്ഞുങ്ങളെ ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുകുടലിൻ്റെ ധർമ്മം എന്താണ്? വൻകുടലിൻ്റെ ധർമ്മം എന്താണ്? നമ്മുടെ ആമാശയത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? വില്ലീസുകൾ കേട്ടോ, വില്ലീസുകൾ നമ്മുടെ ഇങ്ങനെ അതിൻ്റെ ആ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. വില്ലീസുകൾ അല്ലേ, നമ്മുടെ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, അതിനെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടേയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ് എക്സ്ക്രീഷൻ എന്താണ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ ദ സ്മാൾ ഇൻഡസ്ട്രി. ഈ ഡൈജഷൻ്റെ മൊത്തം പ്രവർത്തനവും നടക്കുന്ന എവിടെ വെച്ചാൽ, ദഹനം പൂർത്തിയാകുന്നത് തന്നെ നമ്മുടെ സ്മാൾ ഇൻഡസ്ട്രിയിൽ വെച്ചാൽ അല്ലേ. അവിടെ വന്നിട്ടാണ്, ചെറുകുടലിൽ വന്നതിന് ശേഷമാണ് അതെന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത് അല്ലേ. ആഹാരത്തിലെ ദഹന വിധേയമായ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഇവിടെ വെച്ചാൽ കേട്ടോ. ദ ന്യൂട്രിയൻസ് ഇൻ ദ ഡൈജസ്റ്റഡ് ഫുഡ് ആർ അബ്സോർബ്ഡ് ഇൻ ദ ബ്ലഡ്. ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാൽ, സ്മാൾ ഇൻഡസ്ട്രിയിൽ വെച്ചാണ്. അതുപോലെ തന്നെ എന്താണ് ദഹനം, ആഹാരത്തിലെ ദഹന വിധേയമായ എല്ലാം ദഹിച്ചു കഴിഞ്ഞതിന് ദഹന വിധേയമായ, ഇനി ദഹിച്ചു കഴിയുമ്പോൾ എന്താ അതിനകത്തിലെ നല്ലതും പന്നലും ഒക്കെ വേർതിരിക്കത്തില്ലേ, ആ പോഷക ഘടകങ്ങൾ നമ്മുടെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് അവിടെ വെച്ചൊക്കെ കേട്ടോ. അടുത്തത് എന്താണ് ഇൻഹലേഷൻ? ഇൻഹലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഉച്ഛ്വാസം അല്ലേ. നമ്മൾ മേപ്പോട്ട് വലിക്കും, ഇങ്ങനെ മേപ്പോട്ട് വലിക്കത്തില്ലേ, അതായത് വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തിനെയാണ് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻഹലേഷൻ എന്ന് പറയുന്നത്. വായുവിനെ നമ്മളെന്താ ഉള്ളിലോട്ട് അല്ലേ ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തിനെയാണ് ഇൻഹലേഷൻ അല്ലെങ്കിൽ ഉച്ഛ്വാസം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ്ഹലേഷൻ എന്താണ്? നിശ്വാസം, അത് പുറത്തേക്ക് വിടുക അല്ലേ. എക്സ്ഹലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ്.
സൈഡ് അല്ലേ, ശ്വാസകോശത്തിൽ നിന്നും വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം അല്ലെങ്കിൽ എക്സ്ഹലേഷൻ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ, അടുത്ത എൻ്റെ 29ാമത്തെ ചോദ്യം എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? എനിക്കൊന്ന് മുമ്പേ അത് പറഞ്ഞത് അല്ലേ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റിഫേഴ്സ് ടു ദ റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ദ മുമ്പ് പറഞ്ഞാൽ തോന്നുന്നു അല്ലേ, ഓൺ ആൻ ഒബ്ജക്റ്റ്. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപതനം. ക്ലിനിക്കൽ തെർമോമീറ്ററും ലബോറട്ടറി തെർമോമീറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കേട്ടോ, അതൊന്ന് അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ. ലാസ്റ്റ് ഇതൂടെ മതി, ബോറടിപ്പിക്കുന്നില്ല. ക്ലിനിക്കൽ തെർമോമീറ്റർ, നമ്മൾ ഈ 4 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ മൊത്തം ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 ചാപ്റ്ററാണ് ഈ നടുക്കെടുത്തിട്ടേക്കുന്നത് കേട്ടോ. ക്ലിനിക്കൽ തെർമോമീറ്റർ ഈസ് ഡിസൈൻഡ് ഓൺലി ടു മെഷർ ബോഡി ടെമ്പറേച്ചർ. ക്ലിനിക്കൽ തെർമോമീറ്റർ നമ്മുടെ ശരീര താപനില, നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുമ്പം നമുക്ക് നഴ്സുമാർ തരുന്ന ഒരു സാധനം അല്ലേ, ശരീരത്തിൻ്റെ താപനില അളക്കാൻ വേണ്ടി മാത്രമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നഴ്സ് തന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം കേട്ടോ. നേഴ്സ് തരുന്നെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ നമുക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലെ നമ്മളിപ്പോൾ ഒരു പനിയായിട്ട് ചെല്ലുമ്പോൾ എന്താണ് നേഴ്സ് ഓടി വന്നിട്ട് ഒന്നുകിൽ നമ്മുടെ നാക്കിനടിയിലോ അല്ലേ, ചൂട് എവിടെ നിൽക്കുന്നത് നാക്കിനടിയിലോ കഷത്തിലോ ഒക്കെ വെക്കുന്നു അല്ലേ, ശരീരത്തിൻ്റെ താപനില അളക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇനി ക്ലിനിക്കൽ തെർമോമീറ്റർ. പക്ഷേ ലബോറട്ടറി തെർമോമീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ ബിലോ 200 ഡിഗ്രി സെൽഷ്യസ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ലബോറട്ടറി തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. പടം നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നല്ലതുപോലെ എല്ലാ പടങ്ങളും നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ. നിങ്ങളത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ചാനൽ നോക്കിയാൽ അറിയാം നിങ്ങളുടെ എല്ലാ ചാപ്റ്ററും മലയാളമായാലും ഇംഗ്ലീഷും സയൻസും സോഷ്യലും മാത്സുമാണ് നമ്മൾ കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത്. നിങ്ങളത് കയറി എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഇതുവരെ എടുത്തില്ലെങ്കിലും വേണ്ടില്ല, ഇനിയും കിടപ്പുണ്ട് 4-5 ചാപ്റ്റർ, അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് കുഞ്ഞുങ്ങളെ, വൃത്തിയായിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. ഹാപ്പി ക്രിസ്മസ്.